ഹായ് ഗായ്സ്, എന്റെ പുതിയ ഊഞ്ഞാൽ എങ്ങനെയുണ്ട് ഗൈസ്? ഇങ്ങനെ ഇരുന്ന് ആടാൻ നല്ല രസമുണ്ട്. വീണ അമ്മയുടെ നല്ല അടിയും കിട്ടും. കുപ്പായിട്ടിട്ട് എങ്ങോട്ടാണ് ഇപ്പൊ ഈ തള്ളപ്പിടിന്ന് ഒരുക്കി പറഞ്ഞയക്കുന്നതാണാവോ? എങ്ങോട്ടായാലും പുതിയൊരു സ്ഥലത്തേക്ക് പോവുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ 31 പുത്തൻകുപ്പായം ഇട്ടരൂല. എന്തായാലും ഗൈസ്, നിങ്ങൾ എന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടോളൂ. അങ്ങനെ ഞാൻ ഓറഞ്ച് കുപ്പായും പച്ച ട്രൗസർ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ എവിടേക്കോ കാര്യമായിട്ട് പോവുന്നുണ്ട്. ഞാൻ കുറച്ചേരം കേൾക്കട്ടെ. ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഭയങ്കര ക്ഷീണം. നനുമ്മ വേം വായു, നമുക്ക് പോണ്ടേ. നിങ്ങൾ എവിടെ നിൽക്കരുത്, ഞാൻ ഇറങ്ങിയിട്ടാ എന്റെ പിന്നാലെ വേം വരി. വേം വായു നിങ്ങളെ. ഒരു വൈക്ക് ഇറങ്ങല്ലേ. ഒരു കഷായം കുടിച്ചിട്ടുണ്ട്, പോവര് എനർജിക്കണ്ടി ഇരിക്കട്ടെ ഗൈസ്. ഞാൻ ഫ്രണ്ടിൽ കയറിയതായിരുന്നു. എന്റെ ഇക്കാക്കി എന്റെ നനമയും കൂടി എന്റെ നടുവിട്ട് തട്ടി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയാ മതിയല്ലോ. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഏതപ്പ ഈ കട? നല്ല ഭംഗിയുള്ള ചെക്കനൊക്കെ ഉണ്ടല്ലേ ഫോട്ടോയില്. കടയിൽ ചെന്നപ്പോ അവിടെ തോന്നുന്ന ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഇക്കാക്കാന്റെ മടിയിൽ കയറിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നനുമാടെ ഫോണിൽ എന്നെ കണ്ടപ്പോ കുറച്ച് വീഡിയോ കണ്ടെടുത്ത്. അല്ല മുന്നിലിനെ കാണാൻ. ഹായ്ക്ക് പുതിയ സീറ്റ് കിട്ടി. കഴുത്തിലത് എന്തൊക്കെ ഇട്ടെന്നിട്ടാ ചെങ്ങ. അതാ എനിക്ക് തണുക്കണില്ലേ. നിങ്ങൾ എവിടേക്കാണ് ഈ പുതപ്പൊക്കെ ഇട്ട് വരുന്നത്? എനിക്ക് തണുക്കണില്ല. എനിക്ക് വേണ്ടൊക്കെ തണുക്കണില്ല. നിങ്ങളിത് മാറ്റിക്കോളി. ഞാനുമ്പോ നോക്കൊക്കെ പുതിയ പുതപ്പ് കിട്ടി. അല്ല ഞാനുമ്പോ നിങ്ങൾ എങ്ങനെയുണ്ട് പുതപ്പൊക്കെ ഇങ്ങനെ ശരിയാക്കി തരുന്നേ? അതാ ഈ ചേട്ടനിന്ന് എന്തോ കാട്ടാൻ വരുന്നുണ്ടൊക്കെ കാക്ക. അതൊക്കെ ഇക്കിളിയാൻ വേണ്ടി തൊടല്ലേ, ഇക്കിളിയാൻ വേണ്ടി. നേരത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികളിന്റെ മുടി വെട്ടാൻ കൊടുക്കാണല്ലോ. ഈ നന്മന്റെ വീഡിയോ കിടക്കണ്ടല്ലോ. പടച്ചാണ് ഞാൻ പെട്ടിനെ ഇവിടെ പിടിച്ചിരുത്തി. അവളെന്റെ പഠിച്ചോനെ ഒരു തരത്തിലാണ്ട് കഴിഞ്ഞിറങ്ങി. എന്റെ പൊന്നാരക്കാക്ക, എനിക്ക് നാണല്ലേ ഒരാൾ കരഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരാൻ. ഒരു തൊയിലും തരൂ ജി. അതാണ് അനുമ്മന്റെ കൂടെ കണ്ണാടിയിൽ ഞാൻ കുറച്ച് ബർക്കത്തൊക്കെ ഉണ്ടല്ലേ കാണാൻ. എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടാ പഠിച്ചോനെ, അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള മുടി കൂടി വെട്ടിക്കളയും. എന്റെ പഠിച്ചോനെ ഏത് നേരത്താണോ ഈ തലപ്പിടർ കൂടെ ഇറങ്ങി പുറപ്പെടാൻ കണ്ടത്. പെട്ടുപോയല്ലേ പഠിച്ചോനെ ഞാൻ. ഇപ്പോഴും ഒന്ന് സമാധാനായത് മനുഷ്യൻ. പേരയിലെത്തിയത് ഞാൻ അമ്മച്ചിനോട് ഒക്കെ പറഞ്ഞു. ഞാനും പിന്നെ കാട്ടിന്നൊക്കെ പറഞ്ഞു. ഇപ്പം കുറച്ച് സമാധാനം. എന്റെ വീട് ഇത്തോളൂ ഗൈസ്. ഞാൻ പുതിയ വീടിട്ട് വരാം. ബൈ.